ഗുഡ് ഈവനിങ്. അല്പം വൈകിയാണെത്തിയെങ്കിലും ലേറ്റസ്റ്റ് ആവരും സരിൻ 2 ചോദ്യങ്ങളാണ് സ്ട്രെയിറ്റ്. VK ശ്രീകണ്ഠൻ 2019 വോട്ട് നേടുമ്പോൾ കുറേയധികം ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന്, വലിയ രാഹുൽ തരംഗമുണ്ടായിരുന്നു. ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ വിശ്വാസികളുടെ വോട്ട് UDFിനോട് ഒപ്പം നിന്നിരുന്നു. ഒപ്പം കൃപേഷ് ശരത്ലാൽ വധം അടക്കമുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായ എന്ത് ഘടകമാണ് പാലക്കാടുള്ളത്? അരുൺ, ഇവിടെ വിക്ടോറിയ കോളേജിലെ ലെക്ചർ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ കാലം പാലക്കാടിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളും കൂടിയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അനുകൂല ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ കൃപേഷും ശരത്ലാലും ഒരു പൊളിറ്റിക്കൽ കൊലപാതകം എന്നുള്ള രീതിയിലായിരുന്നു അന്ന് കേരള മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയത്. പക്ഷേ ഇന്ന് സിദ്ധാർത്ഥൻ്റെ മരണം അതിനേക്കാൾ വലിയ വേദനയും നൊമ്പരവുമായിട്ട് കേരളത്തിന്റെ മനസാക്ഷിയുടെ മുഴുവൻ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരം പറയിപ്പിക്കുന്ന രീതിയിൽ തന്നെ കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും വോട്ടുകൾ പ്രതിഫലിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായിട്ടും ആ പ്രതിഫലനം കേരളത്തിൽ ഇവിടെ പാലക്കാടും ഉണ്ടാകുമെന്നുള്ളതാണ്. പാലക്കാട് സിദ്ധാർത്ഥന്റെ മരണം ചർച്ചയാവും. സ്വാഭാവികമായിട്ടും കേരളത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും അത് ചർച്ചയാവും, പാലക്കാടും അത് ചർച്ചയാവും. ഇവിടെ കുട്ടികളെ കോളേജുകളിലേക്ക് അയക്കുന്നത് പഠനത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യത്തെ മറന്നുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് കുട്ടികളെ ക്യാമ്പസുകളെ SFI എന്ന് പറയുന്ന കുട്ടി സംഘടന എങ്ങനെയാണ് ഇവിടെ മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ കഞ്ചാവിന്റെയും ഒരുപക്ഷെ ഏതൊക്കെ തരത്തിലാണ് അക്രമ രാഷ്ട്രീയത്തിന്റെ അതന്നെയാണ് മാതൃക. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട സമൂഹം അവർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോ കുരയ്ക്കുന്ന ഈ സ്വഭാവം തന്നെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകളുടെയും സ്വാഭാവികമായിട്ടും ഇതൊക്കെ ജനം കാണുന്നുണ്ട്, ജനങ്ങൾ വിലയിരുത്തും. അവർ പീഡിപ്പിച്ചും പ്രലോഭിപ്പിച്ചും നേടിയ വോട്ടുകൾക്ക് പകരം ജനങ്ങൾ ഇപ്പൊ വിലയിരുത്തുകയാണ്. പാനൂർ ഒരു കൊലപാതകത്തിന്റെ ഒരു ചൂട് കെട്ടടങ്ങിയിട്ടില്ല. അവര് പറയുന്നത് വീണ് കിട്ടിയ സംഭവം എന്നാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി UDFന് വീണ് കിട്ടിയ സംഭവം, സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരാൾ മരണപ്പെട്ടിട്ടും അത് UDFന് വീണ് കിട്ടിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയും എങ്ങനെയാണ് ബോംബ് രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും കേരളത്തിന്റെ മനസമാധാനം തകർക്കുന്നത് എന്ന് വടകരയിൽ മാത്രമല്ല കണ്ണൂരിൽ പക്ഷേ ഒരു കണക്കുകൾ മുന്നിൽ വെച്ച് നോക്കിയാൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. എവിടെയാണ് കുറഞ്ഞിരിക്കുന്നത് അരുൺ? SDPIയും RSSും CPM-ഉം പരസ്പരം കൊന്നു തള്ളുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത് കാര്യങ്ങൾ. എത്രയെത്ര കൊലപാതകങ്ങൾ, ഏറ്റവും അവസാനം രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് വരുത്തി തീർക്കുന്ന വിധം നമ്മൾ കണ്ടതാണ്. കാസർഗോഡുള്ള ആ പള്ളിയിലെ ഉസ്താദിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, റിയാസ് മൗലിയുടെ വധവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നടന്നത് എന്താ? ഇവിടെ ഫാസിസം കടന്നു വരുന്നത് എന്നുകൂടി ഞാൻ എന്റേതായിട്ടുള്ള മനസ്സിലാക്കിയ രീതിയിൽ പറയാം. നമ്മൾ വിചാരിക്കുന്നത് സംഘപരിവാർ നേരിട്ട് നടത്തുന്ന ഭരണകൂട ഇടപെടലാണ് ഫാസിസം എന്നാണ്. എന്നാൽ കേരളത്തിൽ അതിനേക്കാൾ മനോഹരമായി അതിന് ഒത്താശ ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാർ ഉള്ളിടത്തോളം കാരണം ഇവിടെ RSSന് ഫാസിസത്തിന് വേറൊരു ഏജന്റിന്റെ ആവശ്യമില്ല. അത് തന്നെയാണ് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്നതും വിധി എഴുതാൻ പോകുന്നതും.